അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കൊണ്ടുള്ള മീറ്റ് ബോൾ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കീമ പോലെ ആക്കിയെടുത്ത് മട്ടൻ 500 ഗ്രാമാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: മല്ലി, പുതിന രണ്ടും കൂടി ഒരു പിടി, എരിവിനനുസരിച്ചിട്ട് മുളക്, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഉള്ളി വെള്ളം ഇല്ലാണ്ട് പിഴിഞ്ഞെടുത്ത ഉള്ളി, ഒരു വലിയ ഉള്ളി, ഒരു കഷ്ണം ബ്രെഡ്, ഇതിൽ പാപ്രിക്ക, ഒരു സ്പൂണ് സോയാ സോസ്, ചില്ലി സോസ്, നല്ല ജീരകത്തിന്റെ പൊടി കുറച്ച്, കുരുമുളക് കുറച്ച്, ഗരം മസാല കുറച്ച്, ചില്ലി ഫ്ലേക്സ് 2 സ്പൂണ്. ഇതിന് പാകത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങേന്റെ നീര്, വിത്ത് പൊട്ടി, കുറച്ച് നെയ്യ്, എല്ലാം കൂടി ഒന്നിത് ബ്ലെൻഡ് ചെയ്യാം. ഇതെല്ലാം ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് കറക്കി വെക്കണം. ഇതില്ലാത്തവര് മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. മീറ്റ് ബോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഉരുട്ടി അതുപോലെ ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം. മീറ്റ് ബോളെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇത് സൈക്കിളിനെ വെച്ചിട്ടാണ് പൊരിക്കുക. ഈ മീറ്റ് ബോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊരിക്കാനുള്ള ആവശ്യത്തിനുള്ള സൈത്തെണ്ണ ഇതിലൊഴിക്കുക. ഇത് പൊരിച്ചിട്ടെടുക്കണം. ഫുള്ളായിട്ട് തീ കൂട്ടത്, ചെറിയ തീയിൽ പൊരിച്ചെടുക്കണം. ഇത് പാകം പോലെ പൊരി വരണം. ചെറിയ തീയിൽ പൊരിച്ചെടുക്കണം, കരിഞ്ഞു പോകാണ്ട്. ഇതിന് വേണ്ടിയിട്ട് കുമില്, കേരക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഈ പൊരിച്ച് എണ്ണയിൽ ഫ്രൈയായി എടുക്കണം. പാകത്തിന് ഈ പൊരിക്കുന്നതിൽ കുറച്ച് ഉപ്പ് ഇടണം. ഇത് പാകത്തിന് പൊരിഞ്ഞ് കഴിഞ്ഞു. എണ്ണയില്ലാണ്ട് ഇങ്ങനെ ഓരോ ബൗളിലേക്ക് കോരി എടുക്കണം. ഈ വെള്ളുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഈ പൊരിച്ച എണ്ണയിൽ തന്നെ ഇങ്ങനെ നല്ലോണം ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കണം. നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വന്നാലിത് തക്കാളി അരച്ച് വെച്ചതാണ്. തക്കാളിൻ്റെ പേസ്റ്റ് അരച്ചത്, ഈ മൈസൂർ തക്കാളി അരച്ചത്, നാടൻ തക്കാളി ഉണ്ടാക്കുന്നത്. ഇത് പാകം പോലെ ഇത് വായിക്കും. അതിന് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടണം, കുറച്ച് മുളകും പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഈ പൊരിച്ച് വെച്ച പച്ചക്കറികളായത് ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം,
കുമില്, ക്യാരറ്റ്, വെളിയിലേക്ക് മസാല. ഈ പൊരിച്ച് വെച്ച ഇത് അതിലേക്ക് ഇടുക. ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വേഗം വെക്കണം. ഈ കുറച്ച് വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഡ്രൈ ആയി വരണം. ഇതുപോലെ ചിക്കൻ്റെ ഇറച്ചിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. മട്ടൻ മാണ്ടാത്തലേക്ക് ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാം. ഇത് പാകം പോലെ ആയിക്കഴിഞ്ഞ് കുറച്ച് ഫ്രഷ് ക്രീം കുറച്ച് മാത്രം ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് ദോശ, ചപ്പാത്തി, ബ്രെഡ്, കുബൂസ് എന്തിനു വേണമെങ്കിലും കഴിക്കാം. വെറുതെ ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് കൊത്തുന്നതിനും ടേസ്റ്റാണ്.